ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിൻ്റെ ലാസ്റ്റ് മൊഡ്യൂളായ ആർച്ച് ഡാംസ് വരുന്ന ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സിലബസ് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സിലബസിനെ ഞാൻ മെയിനായിട്ട് 3 പാർട്സായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സച്ചസ് ആർച്ച് ഡാംസ് വരുന്ന പോർഷൻസ് ഞാൻ ഫസ്റ്റ് പാർട്ടിലും അതുപോലെ തന്നെ എർത്ത് ഡാംസിൻ്റെ തിയറി പോർഷൻസ് സെക്കൻഡ് പാർട്ടിലുമായിരിക്കും എടുക്കുന്നത്. ദെൻ തേർഡ് പാർട്ട് വരുന്നത് സ്പിൽവേസ്, ദെയർ ടൈപ്സ്, ദെൻ എഫക്റ്റീവ് ലെങ്ത് ഓഫ് സ്പിൽവേ, സ്റ്റില്ലിംഗ് ബേസിൻസ് ഒക്കെയാണ് തേർഡ് പാർട്ടിൽ വരുന്നത്. സോ ഫസ്റ്റ് ഈ പാർട്ടിൽ നമുക്ക് ആർച്ച് ഡാംസിൽ ഈ സിലബസിൽ കവർ ചെയ്യേണ്ട പോർഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാൻ പോകുന്നത് എന്താണ് ആർച്ച് ഡാംസ്, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ് ആണ്. സോ നമ്മൾ പ്ലാനിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു കർവ്ഡ് ഷേപ്പിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാമാണ് ആർച്ച് ഡാം എന്ന് പറയുന്നത്. ഒരു സിംഗിൾ സ്പാനിൽ നമ്മൾ അക്രോസ് ദി എൻറ്റയർ വിഡ്ത്ത് ഓഫ് ദി റിവർ വാലി കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ആർച്ച് ഡാമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദി ബോഡി ഓഫ് ആർച്ച് ഡാം ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് സിമെന്റ് കോൺക്രീറ്റ് ആണ്. ടൈപ്സ് ഓഫ് ദി ആർച്ച് ഡാംസ് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് 3 ടൈപ്സിലാണ് വരുന്നത്. കോൺസ്റ്റന്റ് റേഡിയസ് ആർച്ച് ഡാംസ്, വേരിയബിൾ റേഡിയസ് ആർച്ച് ഡാംസ് ആൻഡ് കോൺസ്റ്റന്റ് ആംഗിൾ ആർച്ച് ഡാംസ്. ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് വരുന്നത്. ഈ ഓരോ ടൈപ്സും എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മുടെ സിലബസിൽ വരുന്ന മെയിൻ പോർഷൻ. സോ ഫസ്റ്റ് കംസ് കോൺസ്റ്റന്റ് റേഡിയസ് ആർച്ച് ഡാംസ്. അതിൻ്റെ ഫിഗറാണ് ഇവിടെ, 3 ടൈപ്പിൻ്റെയും ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. This figure represents the constant radius arch dam. This one is for variable radius arch dam and this one is for constant angle arch dam. So first constant radius arch dam നോക്കിയാൽ നമ്മുടെ ഒരു ആർച്ച് ഡാം നമ്മൾ പ്ലാനിൽ നോക്കുകയാണെങ്കിൽ അതിനൊരു ഔട്ട്സൈഡ് കർവ്ഡ് സർഫസും അതുപോലെ തന്നെ ഒരു ഇൻസൈഡ് കർവ്ഡ് സർഫസും ഉണ്ടായിരിക്കും. ഔട്ട്സൈഡ് കർവ്ഡ് സർഫസിനെ നമ്മൾ എക്സ്ട്രഡോസ് എന്നും അതുപോലെ ഇൻസൈഡ് കർവ്ഡ് സർഫസിനെ ഇൻട്രഡോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എക്സ്ട്രഡോസിൻ്റെയും ഇൻട്രഡോസിൻ്റെയും കർവ്സ് ആണല്ലോ, അപ്പം എക്സ്ട്രഡോസിൻ്റെയും ഇൻട്രഡോസിൻ്റെയും റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, റേഡിയസും അതുപോലെ തന്നെ അത് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആർച്ച് ഡാംസിനെ നമ്മളിങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റന്റ് റേഡിയസ് ആർച്ച് ഡാമിൻ്റെ കേസിൽ നോക്കുമ്പോഴത്തേക്കും ഔട്ട്സൈഡ് കർവ്ഡ് സർഫസ്, അതായത് നമ്മുടെ എക്സ്ട്രഡോസിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എല്ലാ ഹൈറ്റിലും ഈക്വൽ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. അതാണ് കോൺസ്റ്റന്റ് റേഡിയസ് ആർച്ച് ഡാമിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ റേഡിയസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് കർവ്ഡ് സർഫസിന്റെ കേസിലാണ്, അതായത് എക്സ്ട്രഡോസിന്റെ കേസിലാണ് പറയുന്നത്, വിച്ച് ഈസ് ക്ലിയർലി ഇൻഡിക്കേറ്റഡ് ഇൻ ദിസ് ഫിഗർ. ഇതിൽ ഏറ്റവും ഔട്ട്സൈഡിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ എക്സ്ട്രഡോസ് എന്ന് പറയുന്നത്. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എല്ലാ ഹൈറ്റിലും സെയിം വാല്യൂ ആയിരിക്കും അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. വേറാസ് ദി ഇൻസൈഡ് കർവ്ഡ് സർഫസിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഓരോ ഹൈറ്റിലും ഡിഫറൻറ്റ് വാല്യൂസ് ആണ്, വിച്ച് ഈസ് ക്ലിയർ ഫ്രം ദിസ് ഫിഗർ ഇറ്റ്സെൽഫ്. ഓക്കെ, so constant radius arch dam in which the radii of the outside curved surface are equal at all elevations from top to bottom. അപ്പം ഏത് ഹൈറ്റിൽ നോക്കിക്കഴിഞ്ഞാലും റേഡിയസ് സെയിം വാല്യൂവിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏത് ഹൈറ്റിലെയും എക്സ്ട്രഡോസ് കർവിൻ്റെ, അതായത് ഔട്ട്സൈഡ് കർവ്ഡ് സർഫസിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ വെർട്ടിക്കൽ ലൈനിലായിരിക്കും നിൽക്കുന്നത്. സോ ദാറ്റ് നമുക്ക് ഈ ഒരു കോൺസ്റ്റന്റ് റേഡിയസ് ആർച്ച് ഡാമിനെ നമുക്ക് കോൺസ്റ്റന്റ് സെന്റർ ആർച്ച് ഡാം എന്നും പറയാൻ പറ്റും. കാര്യം ഔട്ട്സൈഡ് കർവ്ഡ് സർഫസിന്റെ റേഡിയസ് കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ ദാറ്റ് ഏത് ഹൈറ്റിലെയും ആ കർവിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ വെർട്ടിക്കൽ ലൈനിലായിരിക്കും നിൽക്കുന്നത്. അപ്പം സെന്റേഴ്സ് എല്ലാം തന്നെ ഒറ്റ ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കതിനെ സംടൈംസ് കോൺസ്റ്റന്റ് സെന്റർ ആർച്ച് ഡാം എന്നും പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം എക്സ്ട്രഡോസിന്റെ കേസിലാണ് ഈ ഒരു കോൺസ്റ്റന്റ് റേഡിയസ്. വേറാസ് ഇൻട്രഡോസിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് റേഡിയസ് ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ടോപ്പിൽ ഇൻട്രഡോസ് കർവിന്റെ റേഡിയസ് മാക്സിമം ആയിരിക്കും, ബോട്ടം എത്തുമ്പോഴത്തേക്കും ഇൻട്രഡോസ് കർവിന്റെ റേഡിയസ് മിനിമം ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് എക്സ്ട്രഡോസ് കർവ് ഒരേ സിംഗിൾ വെർട്ടിക്കൽ പ്ലെയിനിൽ നിൽക്കുന്നു. ഇൻട്രഡോസ് കർവ് മാത്രം ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഇൻക്ലൈൻഡ് ആയിട്ട് വരും. നിങ്ങൾ ഒരു പ്ലാനിൽ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഔട്ട്സൈഡ് കർവ്ഡ് സർഫസ് ഒറ്റ വെർട്ടിക്കൽ ആയിട്ട് താഴോട്ട് നിൽക്കുന്നു. ഇൻസൈഡ് കർവ്ഡ് സർഫസ് മാത്രം ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, അകത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന ഒരു രീതിക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ പറ്റും. അപ്പം ബോട്ടം എത്തുമ്പോഴത്തേക്കും ഈ ഒരു ഇൻസൈഡ് കർവ് തൊട്ട് ഔട്ട്സൈഡ് കർവ് വരെയുള്ള ഡിസ്റ്റൻസ് ലാർജ് ആയിരിക്കും. അപ്പോൾ അത്രയും തിക്നെസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡിക്രീസിങ് റേഡിയസ് കൊടുക്കുന്നതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അതാണ്. ബോട്ടത്തിൽ കൂടുതൽ വോളിയം കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള, കൂടുതൽ തിക്നെസ്സിൽ കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും മെയിനായിട്ട് ആക്ട് ചെയ്യുന്ന വൺ ഓഫ് ദി ഫോഴ്സസ് എന്ന് പറയുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് വാട്ടർ പ്രഷറാണ് ഫ്രം ദി അപ്സ്ട്രീം സൈഡ്. അപ്പം നമ്മുടെ ആ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് വാട്ടർ പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ
ഇറ്റ് ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. നമ്മൾ വെള്ളത്തിൻ്റെ ഹൈറ്റ് നമ്മൾ ടോപ്പിൽ നിന്ന് വെള്ളത്തിൻ്റെ ഡെപ്ത് ടോപ്പിൽ നിന്ന് നമ്മൾ ബോട്ടത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും ബോട്ടത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ഹൈഡ്രോസ്റ്റാറ്റിക് വാട്ടർ പ്രഷർ വരുന്നത്. അപ്പോൾ അത്രയും പ്രഷർ നമുക്ക് ഈ ഒരു ഡാമിന് റെസിസ്റ്റ് ചെയ്യണം. സോ ദാറ്റ് ബോട്ടത്തിൽ നമുക്ക് കൂടുതൽ കോൺക്രീറ്റ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു പർപ്പസും കൂടെ നോക്കിയിട്ടാണ് ഈ ഒരു ഇൻട്രഡോസ് കർവിൻ്റെ റേഡിയസ് നമ്മൾ ടോപ്പ് ടു ബോട്ടം ഡിക്രീസിംഗ് ആയിട്ട് കൊടുത്ത് ബോട്ടത്തിൽ എത്തുമ്പോഴത്തേക്ക് മാക്സിമം വോളിയം ഓഫ് കോൺക്രീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിവിടെ പറഞ്ഞിട്ടുണ്ട് ദ ഡാം ബോഡി വിൽ ദെയർഫോർ ബി ട്രയാങ്കുലർ ഇൻ ക്രോസ് സെക്ഷൻ വിത്ത് അപ്സ്ട്രീം ഫേസ് വെർട്ടിക്കൽ. അപ്സ്ട്രീം ഫേസ് വെർട്ടിക്കൽ ആയിരിക്കും, ഇൻസൈഡ് ഫേസ് ഡൗൺ സ്ട്രീം ഫേസിലായിരിക്കും നമുക്ക് ഒരു ട്രയാങ്കുലർ ക്രോസ് സെക്ഷൻ വരുന്നത്. ടോപ്പിൽ തിക്നെസ് കുറവായിരിക്കും, അതുപോലെ തന്നെ ബോട്ടത്തിൽ മാക്സിമം തിക്നെസ്സും ആയിരിക്കും. പിന്നെ അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് എ കോൺസ്റ്റന്റ് സെന്റർ ആർച്ച് ഡാം. അതെന്തോന്നാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു എക്സ്ട്രഡോസ് കർവിന്റെ റേഡിയസ് സെയിം ആണ് ഏത് എലിവേഷനിലും. അതുകൊണ്ട് തന്നെ എല്ലാ എലിവേഷൻസിലെയും ആ ഒരു എക്സ്ട്രഡോസ് കർവിന്റെ സെന്റർ ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് സെന്റർ ആർച്ച് ഡാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് വരുന്നത് വേരിയബിൾ റേഡിയസ് ആർച്ച് ഡാം ആണ്. ഈ കോൺസ്റ്റന്റ് റേഡിയസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കും എക്സ്ട്രഡോസിന്റെ റേഡിയസും അതുപോലെ തന്നെ ഇൻട്രഡോസിന്റെ റേഡിയസും രണ്ടും ഡിഫറെന്റ് എലിവേഷൻസിൽ ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ വേരിയബിൾ റേഡിയസ് ആർച്ച് ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ റേഡിയസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ദി വൺ ഇൻ വിച്ച് റേഡിയൈ ഓഫ് ദി എക്സ്ട്രഡോസ് കർവ്സ് ആൻഡ് ഓഫ് ഇൻട്രഡോസ് കർവ്സ് വേരിയേറ്റ് വേരിയസ് എലിവേഷൻസ്. അപ്പം എക്സ്ട്രഡോസിന്റെയും ഇൻട്രഡോസിന്റെയും റേഡിയസ് ടോപ്പിൽ മാക്സിമം ആയിരിക്കും, ബോട്ടത്തിൽ എത്തുമ്പോഴത്തേക്കും റേഡിയസ് മിനിമം ആയിരിക്കും. അതും ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. എക്സ്ട്രഡോസ് കർവിന്റെ റേഡിയസും ഡിഫറെന്റ് ആയിട്ടാണ് പോകുന്നത്, അതുപോലെ തന്നെ ഇൻട്രഡോസ് കർവിന്റെ റേഡിയസും ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു വേരിയബിൾ റേഡിയസ് ആർച്ച് ഡാമിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് റേഡിയസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും നമ്മളൊരു വേരിയബിൾ റേഡിയസ് ആർച്ച് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് കോൺസ്റ്റന്റ് റേഡിയസ് ആർച്ച് ഡാമുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനേക്കാളും കുറഞ്ഞ എമൗണ്ട് ഓഫ് കോൺക്രീറ്റ് വെച്ച് നമുക്ക് കൺസ്ട്രക്ഷൻ പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാമാണ് വേരിയബിൾ റേഡിയസ് ആർച്ച് ഡാം എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് റേഡിയസ് ആർച്ച് ഡാമിന് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിന്റെ അബൌട്ട് 52% കോൺക്രീറ്റ് മാത്രമേ വേരിയബിൾ റേഡിയസ് ആർച്ച് ഡാമിന്റെ കേസിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. സോ ദാറ്റ് കൂടുതൽ എക്കണോമിക്കൽ, ഈ രണ്ട് ടൈപ്പ് ഡാം നോക്കുമ്പോഴത്തേക്കും കൂടുതൽ എക്കണോമിക്കൽ ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നത് വേരിയബിൾ റേഡിയസ് ആർച്ച് ഡാം ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിവിടെ കോൺസ്റ്റന്റ് സെന്റർ ആർച്ച് ഡാം എന്ന് പറഞ്ഞു, അതുപോലെ ഇവിടെ നമുക്ക് വേരിയബിൾ സെന്റർ ആർച്ച് ഡാം എന്ന് പറയാം. ഇൻട്രഡോസിന്റെയും എക്സ്ട്രഡോസിന്റെയും സെന്റേഴ്സ് പല ലെവലിലായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് അതിനെ വേരിയബിൾ സെന്റർ ആർച്ച് ഡാം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് വേരിയബിൾ റേഡിയസ് ആർച്ച് ഡാം. നെക്സ്റ്റ് ദി തേർഡ് ടൈപ്പ്, ലാസ്റ്റ് ടൈപ്പ് വരുന്നത് കോൺസ്റ്റന്റ് ആംഗിൾ ആർച്ച് ഡാം ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സെൻട്രൽ ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വേരിയബിൾ റേഡിയസ് ആർച്ച് ഡാമിന്റെ തന്നെ ഒരു എന്താണ് അതിൽ തന്നെ വരുന്ന ഒരു സ്ലൈറ്റ് ലീവിയേഷനിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാമാണ് ഈ ഒരു കോൺസ്റ്റന്റ് ആംഗിൾ ആർച്ച് ഡാം എന്ന് പറയുന്നത്. It is a special type of variable radius arch dam in which the central angle of the horizontal arch rings is of same magnitude at all elevations. ഇതിൽ റേഡിയസിനെ പറ്റി ഒന്നും തന്നെ മെൻഷൻ ചെയ്യുന്നില്ല. നമ്മൾ ഏത് ഹൈറ്റിലുള്ള സെൻട്രൽ ആംഗിൾ മെഷർ ചെയ്ത് കഴിഞ്ഞാലും അതൊരു കോൺസ്റ്റന്റ് വാല്യൂലായിരിക്കും നിൽക്കുന്നത്. റേഡിയസ് ഡിഫറൻ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ സെയിം ആയിട്ട് വരാം, അതിനെപ്പറ്റി ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. ബട്ട് അറ്റ് ഓൾ എലിവേഷൻസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി കർവ് വിൽ ബി ദി സെയിം. അതാണ് കോൺസ്റ്റന്റ് ആംഗിൾ ആർച്ച് ഡാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഏത് ആംഗിളിൽ വേണോ ഈ ഒരു ടൈപ്പ് ഡാം കൺസ്ട്രക്ട് ചെയ്യാം. ബട്ട് വി പ്രിഫർ 133 ഡിഗ്രി 34 മിനിറ്റ് ആസ് ദി സെൻട്രൽ ആംഗിൾ. ബിക്കോസ് നമ്മൾ ഈ 133 ഡിഗ്രി 34 മിനിറ്റ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിലാണ് ഈ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്, സെൻട്രൽ ആംഗിളിലാണ് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വിത്ത് ദി യൂസ് ഓഫ് മിനിമം എമൗണ്ട് ഓഫ് കോൺക്രീറ്റ് ഈ ഒരു ഡാമിന്റെ കൺസ്ട്രക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ ആംഗിൾ ഓഫ് ആൻ ആർച്ച് ഡാം എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ പറയുന്നത്. 133 ഡിഗ്രി 34 മിനിറ്റ് വിച്ച് വാസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഈ ഒരു 133 ഡിഗ്രി 34 മിനിറ്റ് എന്ന് പറയുന്ന ആ ഒരു മോസ്റ്റ് എക്കണോമിക്കൽ ആംഗിൾ ഓഫ് ആൻ ആർച്ച് ഡാം എങ്ങനെയാണ് ആ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, ആ ഒരു ഡെറിവേഷൻ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് മോസ്റ്റ് എക്കണോമിക്കൽ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റന്റ് റേഡിയസ് ആർച്ച് ഡാമിന് യൂസ് ചെയ്യുന്ന കോൺക്രീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിന് യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിന്റെ 42.6% ഓഫ് എമൗണ്ട് ഓഫ് കോൺക്രീറ്റ് മാത്രം മതി ഈ ഒരു കോൺസ്റ്റന്റ് ആംഗിൾ ആർച്ച് ഡാമിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. വെൻ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 133 ഡിഗ്രി 34 മിനിറ്റ്. ഓക്കെ, പക്ഷേ ഇൻ ഓൾ കേസസ് നമ്മുടെ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സാക്ട് ഈ ഒരു ആംഗിളിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യും, കോമൺലി ഒരു 100 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 140 ഡിഗ്രി 100 ഡിഗ്രി ടു 140 ഡിഗ്രി റേഞ്ചിലായിരിക്കും നമ്മൾ കോമൺലി
ആംഗിൾസ് സെറ്റ് ചെയ്തിട്ട് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിൽക്കുമ്പോഴും നമുക്ക് കോൺക്രീറ്റിന്റെ വോളിയം മിനിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സാക്ട് ആയിട്ടുള്ള എക്കണോമിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 133 ഡിഗ്രി 34 മിനിറ്റ് ആണ്. സോ ദിസ് ആർ ദി 3 types of dams: constant radius arch dam, variable radius arch dam, and the third type is constant angle arch dam. നെക്സ്റ്റ് നമ്മുടെ സിലബസിൽ വരുന്നത് ഈ ഡാമിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സിനെ പറ്റിയാണ്. ഓക്കെ, മെത്തേഡ്സ് ഫോർ ദി ഡിസൈൻ, അതിന്റെ ജസ്റ്റ് നെയിംസ് മാത്രമേ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. സോ ഡിഫറെന്റ് മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് നമ്മൾ 3 തിയറീസ് ആണ് ഡാംസിന്റെ കൺസ്ട്രക്ഷൻ, ആർച്ച് ഡാംസിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസൈന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സച്ച് ആസ് ദി തിൻ സിലിണ്ടർ തിയറി, ഇലാസ്റ്റിക് തിയറി ആൻഡ് ട്രയൽ ലോഡ് അനാലിസിസ്. ഇത് 3 തിയറീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തിൻ സിലിണ്ടർ തിയറി, ഇലാസ്റ്റിക് തിയറി ആൻഡ് ട്രയൽ ലോഡ് അനാലിസിസ്. ഇതിൽ തിൻ സിലിണ്ടർ തിയറിയെ പറ്റി മാത്രം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആസ് പെർ അവർ സിലബസ് വി നീഡ്. ഓക്കെ, തിൻ സിലിണ്ടർ തിയറി മാത്രമായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണം. ആ ഒരു തിയറിയുടെ ഡെറിവേഷൻസും കൂടി ആകുമ്പോഴത്തേക്കും ആർച്ച് ഡാംസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ആവുകയാണ്. സോ വി ക്യാൻ ഗോ ഫോർ വാട്ട് ഈസ് തിൻ സിലിണ്ടർ തിയറി. ഓക്കെ, ഇതൊരു ഡെറിവേഷൻ ആണ്. ഈ ഒരു ഡെറിവേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ മോസ്റ്റ് എക്കണോമിക്കൽ ആംഗിളിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫിഗർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു തിൻ സിലിണ്ടർ തിയറി നമ്മൾ പറയുമ്പോഴത്തേക്കും ഇതിൽ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി മെയിൻ അസംഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്, സ്ട്രെസ്സസ് ഇൻ ദി ആർച്ച് ആർ അസ്യൂംഡ് ടു ബി അപ്രോക്സിമേറ്റ്ലി സെയിം ആസ് ഇൻ എ തിൻ സിലിണ്ടർ ഓഫ് ഈക്വൽ ഔട്ട്സൈഡ് റേഡിയസ്. നമ്മുടെ എക്സ്ട്രഡോസ് കർവിന്റെ റേഡിയസ് എത്രയാണോ അതിന് ഈക്വൽ ആയിട്ടുള്ള റേഡിയസ് ഉള്ള ഒരു തിൻ സിലിണ്ടറിൽ എക്സേർട്ട് ആവുന്ന പ്രഷറും നമ്മുടെ എക്സാക്ട് ആർച്ച് ഡാമിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും അപ്രോക്സിമേറ്റ്ലി സെയിം ആണ് എന്നുള്ളൊരു അസംഷനിലാണ് തിൻ സിലിണ്ടർ തിയറി നമ്മൾ ഡെറൈവ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ദി വൺ മെയിൻ അസംഷൻ. നിങ്ങളിത് ഓർമ്മയിൽ വെച്ചിരിക്കണം. ഓക്കെ, ബിക്കോസ് തിൻ സിലിണ്ടർ തിയറിയുടെ ലിമിറ്റേഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു പോയിന്റാണിത്. അത് നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് അപ്പം in thin cylinder theory, stresses in the arch are assumed to be approximately the same as in a thin cylinder of equal outside radius. അപ്പോൾ ആ ഒരു ഈക്വൽ ഔട്ട്സൈഡ് റേഡിയസ് ഉള്ള തിൻ സിലിണ്ടർ ആണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വിത്ത് ഔട്ട്സൈഡ് കർവ്ഡ് സർഫസ്, എക്സ്ട്രഡോസും ഇൻസൈഡ് കർവ്ഡ് സർഫസ്, ഇൻട്രഡോസും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദീസ് 2 കർവ്സ് ആണ് നമ്മുടെ ആർച്ചിന്റെ തിക്നെസ്, തിൻ സിലിണ്ടറിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് തിക്നെസ് ഐ റെപ്രസെന്റഡ് വിത്ത് ദി ലെറ്റർ സ്മോൾ ടി. ഓക്കെ, ആർച്ച് ഹാവിംഗ് എ തിക്നെസ് സ്മോൾ ടി. പിന്നെ വരുന്നത് ഈ 2 എൻ പോയിന്റ്സ്. ഓക്കെ, ഈ 2 എൻ പോയിന്റ്സിലുമാണ് അബട്ട്മെന്റ്സ് വരുന്നത്. നമ്മുടെ ആർച്ചിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് O ആണ്. അപ്പോൾ ഈ അബട്ട്മെന്റ്സിലേക്ക് നമ്മൾ റേഡിയസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദോസ് 2 റേഡിയസ് മേക്സ് എ സെൻട്രൽ ആംഗിൾ തീറ്റ അറ്റ് ദി സെന്റർ പോയിന്റ് O. ഓക്കെ, അപ്പോൾ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. അതിനെ ഈക്വൽ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, തീറ്റ/2 തീറ്റ/2. ദെൻ ഈ 2 അബട്ട്മെന്റ്സിനിടയ്ക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ L ആണ്. ഓക്കെ, എൻഡ് പോയിന്റ്സ് തമ്മിലുള്ള അവിടെയാണ് നമ്മുടെ അബട്ട്മെന്റ്സ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ L ആണ്. ഓൾസോ നമ്മുടെ ഈ അബട്ട്മെന്റ്സിൽ ഒരു റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ R വെച്ചിട്ടാണ് ആ ഒരു റിയാക്ഷനെ നോട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ അബട്ട്മെന്റ്സിലും ക്യാപിറ്റൽ R എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ആക്ട് ചെയ്യുന്നു, വിച്ച് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ/2 വിത്ത് ദി ഹൊറിസോണ്ടൽ. ഈ ഒരു റിയാക്ഷൻ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ/2 ആണ്. ഓൾസോ നമ്മുടെ ഈ ഒരു ആർച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ തിൻ സിലിണ്ടറിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് വാട്ടർ പ്രഷറാണ്, വിച്ച് ഈസ് ഡിനോട്ടഡ് ആസ് ക്യാപിറ്റൽ P. ഓക്കെ, അതും ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, വിച്ച് ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു 2 കമ്പോണൻസ്. ഓക്കെ, അപ്പോൾ P ആണ് നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് വാട്ടർ പ്രഷർ. അതാണ് നമ്മുടെ ഡാമിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ എക്സേർട്ട് ആവുന്ന പ്രഷറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇന്റൻസിറ്റി ഓഫ് ദി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ P അറ്റ് എനി ഡെപ്ത് H. ഓക്കെ, അപ്പം ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P ഈസ് ഈക്വൽ ടു WH എന്നുള്ളതാണ്. W എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി വാട്ടറും അതുപോലെ തന്നെ H എന്ന് പറയുന്നത് നമ്മൾ ഏത് ഡെപ്തിലാണോ ആ ഒരു പ്രഷർ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി വാട്ടർ ടു ദാറ്റ് പോയിന്റ്. ഓക്കെ, ദാറ്റ് ഈസ് P ഈസ് ഈക്വൽ ടു WH. അങ്ങനെ നമുക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കിട്ടുന്നു. ഓക്കെ,
അപ്പം ദിസ് പ്രഷർ ആക്ട്സ് ഇൻ റേഡിയൽ ഡയറക്ഷൻ, ഇതൊരു റേഡിയൽ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ദി കമ്പോണന്റ് ഓഫ് ദിസ് പ്രഷർ അലോങ് ദി ആക്സിസ് ഓഫ് ദി റിവർ. ഓക്കെ, അതിനെ നമ്മൾ പി എച്ച് എന്ന് ഡിനോട്ട് ചെയ്യുന്നു, പി സഫിക്സ് എച്ച് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ ദാറ്റ് പി എച്ചിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൻ്റെ അലോങ് ദി ആക്സിസ് ഓഫ് ദി റിവറിലുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻ ടു പ്രൊജക്റ്റഡ് ഏരിയ. ഇറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ആൻഡ് ദി പ്രൊജക്റ്റഡ് ഏരിയ. ഇൻറ്റൻസിറ്റി ഓഫ് ദി പ്രഷർ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എച്ച്. പിന്നെ വരുന്നത് പ്രൊജക്റ്റഡ് ഏരിയ ആണ്. നമ്മുടെ ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നത് അലോങ് ദിസ് കർവ്ഡ് സർഫസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കർവ്ഡ് സർഫസിനെ നമ്മൾ അലോങ് ദി ആക്സിസ് ഓഫ് ദി റിവർ നമ്മൾ അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ടോട്ടൽ ലെങ്ത് ആണ് ബിറ്റ്വീൻ ദി അബട്ട്മെന്റ്സ്. ഓക്കെ, ഈ ഒരു കർവ്ഡ് സർഫസിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണല്ലോ. ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് ഡിനോട്ടഡ് ആസ് ക്യാപിറ്റൽ എൽ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എല്ലിൻ്റെ വാല്യൂ വേണം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എല്ലിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രം ദി അബട്ട്മെന്റ് ടു ദിസ് സെൻറ്റർ ലൈൻ. ഓക്കെ, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ θ/2 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസിന്റെ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ r ആണ്, വിച്ച് ഈസ് ദി റേഡിയസ് ഓഫ് ദി ആർച്ച് ഡാം. ഓക്കെ, സോ നമുക്ക് വേണ്ടത് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡാണ്. ഈ ഓപ്പോസിറ്റ് സൈഡിന്റെ 2 ടൈംസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ എൽ വാല്യൂ എത്രയാണെന്നുള്ളത് കിട്ടുമല്ലോ. ഈ ക്യാപിറ്റൽ എല്ലിന്റെ ഹാഫ് ആണ് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ്, ഈ ഒരു ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത്. സോ ദാറ്റ് നമ്മുടെ ഇവിടെ ആംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പോട്ടിന്യൂസിന്റെ വാല്യൂ ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൈൻ റൂൾ യൂസ് ചെയ്യാം. സൈൻ റൂൾ എന്ന് പറയുമ്പോഴത്തേക്കും സൈൻ θ/2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, സൈൻ θ/2 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഓപ്പോസിറ്റ് സൈഡിനെ ഇപ്പോൾ സപ്പോസ് ഞാനൊരു എക്സ് എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു എന്ന് വെക്കാം. ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു എക്സ്. സോ സൈൻ θ/2 ഈസ് ഈക്വൽ ടു എക്സ് ബൈ ആർ ആണ്. ദയബൈ എനിക്ക് പറയാം എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം, ആർ സൈൻ θ/2 എന്ന് പറയാം. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു ആർ സൈൻ θ/2. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു എല്ലിന്റെ ഹാഫ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു എല്ലിന്റെ ഹാഫ് ആണ്. നമുക്ക് വേണ്ടത് ടോട്ടൽ ലെങ്ത് എൽ ആണ് വേണ്ടത്. സോ 2 ടൈംസ് എക്സ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ല് കിട്ടും. അതായത് 2r സൈൻ θ/2 എടുക്കുമ്പോൾ എന്ത് കിട്ടും, ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി അബട്ട്മെന്റ്സ് വിച്ച് ഈസ് ദി പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് ദിസ് കർവ്ഡ് സർഫസ്. അപ്പം എൽ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും, 2r സൈൻ θ/2 എന്ന് കിട്ടും. സോ ദാറ്റ് നമുക്ക് അലോങ് ദി ആക്സിസ് ഓഫ് ദി റിവർ ഉള്ള ഇന്റൻസിറ്റി ഓഫ് ദി പ്രഷർ കണ്ടുപിടിക്കാമല്ലോ. ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻറ്റു പ്രൊജക്റ്റഡ് ഏരിയ PH. ഇന്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുന്നത് WH ആണ്. പ്രൊജക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എല്ലിന്റെ വാല്യൂ, ദാറ്റ് ഈസ് 2r സൈൻ θ/2. ഓക്കെ, അത് നമ്മുടെ ഒരു കമ്പോണന്റ്. ഇനി നമുക്ക് വേണ്ടത് ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണ്, നമ്മുടെ രണ്ട് അബട്ട്മെന്റ്സിലും ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്, വിച്ച് ഈസ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ θ/2 വിത്ത് ദി ഹൊറിസോണ്ടൽ. അപ്പോൾ we have to find the vertical component of this reaction in order to equate it with the hydrostatic water pressure acting along the axis. ഈ ഒരു WH2R sin θ/2 എന്ന് പറയുന്ന വാല്യൂമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, ഈ ഒരു റിയാക്ഷന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. This reaction is making an angle θ/2 with the horizontal. അപ്പോൾ അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുമ്പോഴത്തേക്കും it will be the sine component of this reaction. So that vertical component of the reaction at one abutment എന്ന് പറയുന്നത് it is r sin θ/2. നമുക്ക് രണ്ട് അബട്ട്മെന്റ്സിലും കൂടിയായിട്ട് ഇവിടെ ഒരു R ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു R ആക്ട് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി 2 ക്യാപിറ്റൽ R സൈൻ θ/2. ഓക്കെ, ആറ് തമ്മിൽ തിരിയരുത്. സ്മോൾ ആർ എന്ന് പറയുന്നത് നമ്മുടെ ആർച്ചിന്റെ റേഡിയസ് ആണ്, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നതാണ് അബട്ട്മെന്റിലെ റിയാക്ഷൻ. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ്, ടോട്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് 2 ക്യാപിറ്റൽ ആർ സൈൻ θ/2 ആണ്. അത് അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് നമ്മുടെ WH ഇൻറ്റു 2 സ്മോൾ ആർ സൈൻ θ/2 എന്ന് പറയുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിന്റെ കമ്പോണന്റ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അറ്റ് ഇക്വിലിബ്രിയം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് കമ്പോണൻസും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഇവിടെ എന്തെന്ന് വരുന്നു, 2 ക്യാപിറ്റൽ R സൈൻ θ/2 ഈസ് ഈക്വൽ ടു
2WH സ്മോൾ ആർ സൈൻ തീറ്റ ബൈ 2 എന്ന് വരും. അപ്പോൾ നമുക്കിതിൽ സൈൻ തീറ്റ ബൈ 2 ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ R ഇസ് ഈക്വൽ ടു WHR എന്ന് മാത്രം വരും. അതായത് നമ്മുടെ അബട്ട്മെന്റിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് WHR, വേർ W ഇസ് ദി യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി വാട്ടർ, H എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദി വാട്ടർ അറ്റ് വിച്ച് ദി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഈസ് കൺസിഡേർഡ്, ആൻഡ് സ്മോൾ r എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി റേഡിയസ് ഓഫ് ദി ആർച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആറിൻ്റെ വാല്യൂ കിട്ടുന്നു, റിയാക്ഷൻ്റെ വാല്യൂ കിട്ടുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സിഗ്മയാണ് നമ്മുടെ കംപ്രസീവ് സ്ട്രെസ് വിച്ച് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ആർച്ച് അറ്റ് ദി അബട്ട്മെന്റ്സ്. അബട്ട്മെന്റ്സിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മയാണ്. ഓൾസോ നമ്മുടെ ആർച്ചിന്റെ തിക്നെസ് എന്ന് പറയുന്നത് T ആണ്. സോ ദാറ്റ് നമുക്ക് സിഗ്മ സ്ട്രെസ് ഇസ് ഈക്വൽ ടു R/T എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാം. വേറെ R ഇസ് ഈക്വൽ ടു WHR. സോ സിഗ്മ എന്ന് പറയുന്നത് WHR/T എന്ന് കിട്ടും. സോ നമ്മളൊരു ഡാം ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും അതിൽ മാക്സിമം അലവബിൾ സ്ട്രെസ്സിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും വാല്യൂ ഉള്ള സ്ട്രെസ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കായിരിക്കും നമ്മൾ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇഫ് സപ്പോസ് എഫ് അല്ലെങ്കിൽ ഇപ്പം സിഗ്മ എന്ന് തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ എഫ് ആണ് നമ്മുടെ അലവബിൾ കംപ്രസീവ് സ്ട്രെസ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? WHR/F എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? തിക്നെസ് ഓഫ് ദി ഡാം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ അലവബിൾ കംപ്രസീവ് സ്ട്രെസ് ഇത്രയുമാണ്. അതിന് ആവശ്യമുള്ള അതല്ലെങ്കിൽ അത്രയും സ്ട്രെസ് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഡാം കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഡാം എത്ര തിക്നെസ്സിൽ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് സിഗ്മ ഇസ് ഈക്വൽ ടു WHR/T യിൽ നിന്ന് നമുക്ക് T ഇസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം? WHR/സിഗ്മ അല്ലെങ്കിൽ WHR/F, ഏത് നൊട്ടേഷൻ ആണോ അത്. അപ്പോൾ WHR/സിഗ്മ ഇസ് ഈക്വൽ ടു T എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തിക്നെസ് ഓഫ് ദി ആർച്ച് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ കിട്ടുന്നു. ഓക്കെ, അപ്പം ഈ ഒരു എക്സ്പ്രഷൻ T ഈസ് ഈക്വൽ ടു WHR/സിഗ്മ അല്ലെങ്കിൽ WHR/F എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്, ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദി തിക്നെസ് ഓഫ് ദി ആർച്ച്. ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെൻട്രൽ ആംഗിൾ ഫോർ ദി മിനിമം എമൗണ്ട് ഓഫ് കോൺക്രീറ്റ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ T ഈസ് ഈക്വൽ ടു WHR/F, T ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു H, അതുപോലെ തന്നെ T ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു R. തിക്നെസ് ഓഫ് ദി ആർച്ച് എന്ന് പറയുന്നത് വാട്ടറിന്റെ ഡെപ്തിനും അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ദി ആർച്ചിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണല്ലോ. ഇനി നമ്മുടെ കയ്യിലുള്ളൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് ഹൈറ്റിൽ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ട എമൗണ്ട് ഓഫ് കോൺക്രീറ്റ് അല്ലെങ്കിൽ വോളിയം ഓഫ് ദി കോൺക്രീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു R(θ A) എന്നുള്ളതാണ്. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി ആർച്ച്, തീറ്റ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർച്ച് വിച്ച് വി ഹാവ് ടു ഫൈൻഡ് ദി വാല്യൂ. ദെൻ A എന്ന് പറയുന്നത് ക്യാപിറ്റൽ A എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി ആർച്ച്. V ഈസ് ഈക്വൽ ടു R(θ A) എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് യൂണിറ്റ് ഹൈറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ട വോളിയം ഓഫ് ദി കോൺക്രീറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി ആർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ആർച്ചിന്റെ തിക്നെസ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. A എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു T. ബട്ട് ഫ്രം ദി ഇക്വേഷൻ 1 നമുക്കറിയാം T എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R ആണ്. അപ്പം A പ്രൊപ്പോർഷണൽ ടു T ആണ്, T പ്രൊപ്പോർഷണൽ ടു R ഉമാണ്. സോ ദാറ്റ് നമുക്ക് A എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു R എന്ന് പറയാലോ. ഓക്കെ, അപ്പം A പ്രൊപ്പോർഷണൽ ടു R എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. A ഈസ് ഈക്വൽ ടു KR എന്നാക്കി മാറ്റുന്നു. സോ ദാറ്റ് നമുക്ക് V ഈസ് ഈക്വൽ ടു R(θ A) എന്ന് പറയുന്ന ഇക്വേഷൻ റീറൈറ്റ് ചെയ്യാം സച്ച് ആസ് R(θ ഇൻറ്റു എക്ക് പകരം നമ്മൾ ഒരു KR എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ V ഈസ് ഈക്വൽ ടു എന്തായി മാറുന്നു? K(θ)R² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആയിട്ട് മാറുന്നു. വോളിയം ഓഫ് ദി കോൺക്രീറ്റ് ഫോർ കൺസ്ട്രക്ടിങ് യൂണിറ്റ് ഹൈറ്റ് ഓഫ് ദി ആർച്ച് ഡാം V ഈസ് ഈക്വൽ ടു K(θ)R² ആയിട്ട് മാറുന്നു. ഓക്കെ, നമുക്ക് വേണ്ടത് മിനിമം കോൺക്രീറ്റ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ട തീറ്റയുടെ വാല്യൂ ആണ്. അപ്പോൾ മിനിമം എമൗണ്ട് ഓഫ് കോൺക്രീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് dV/dθ എന്ന് പറയുന്ന ഒരു വാല്യൂ 0 ആയിട്ട് മാറണം. ഓക്കെ, dV/dθ 0 ആയിട്ട് മാറണം. അപ്പം ഇത് നോക്കിയാൽ തീറ്റയും അതുപോലെ തന്നെ ആറും രണ്ടും വേരിയബിൾ ആണ്. രണ്ട് വേരിയബിൾ വെച്ച് നമുക്ക് ഡിഫറൻസിയേഷൻ ബുദ്ധിമുട്ടാണ്. സോ ദാറ്റ് നമുക്ക് ആറിൻ്റെ വാല്യൂ മാറ്റണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗറിൽ നിന്ന് R എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാംഗിൾ നോക്കിക്കഴിഞ്ഞാൽ സൈൻ (θ/2) എന്ന് പറയുന്നത് x/r ആണ്. അപ്പം R ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? x/sin (θ/2) എന്ന് വരും അല്ലേ? R ഇസ് ഈക്വൽ ടു x/sin (θ/2) എന്ന് വരുന്നു. X എന്ന് വെച്ചാൽ എന്തോന്നാണ്? L-ന്റെ ഹാഫ് ആണ്. സോ ദാറ്റ് x/sin (θ/2) എന്ന് പറയുന്നത് L/2 sin (θ/2) എന്നായിട്ട് മാറുന്നു. ഓക്കെ, sin (θ/2) എന്ന് പറയുന്നത് L/2 R ആണ്. sin (θ/2) ഈക്വൽ ടു
ഈ ഒരു ഫിഗറിൽ നിന്ന് എഴുതുന്നതാണ്. സൈൻ തീറ്റ ബൈ ടു ഈക്വൽ ടു എക്സ് എന്ന് വെച്ചാൽ L/2 ഡിവൈഡഡ് ബൈ ആർ, അതാണ് L/2R എന്നായത്. സൈൻ തീറ്റ ബൈ ടു ഈക്വൽ ടു L/2R, അതിൽ നിന്ന് നമുക്ക് R is equal to L/2 സൈൻ തീറ്റ ബൈ ടു എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ആറിന്റെ വാല്യൂ നമ്മൾ V is equal to K theta R square എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ V is equal to K theta into L/2 സൈൻ തീറ്റ ബൈ ടു ദി ഹോൾ സ്ക്വയർ എന്നായിട്ട് മാറുന്നു. സോ ദാറ്റ് K പിന്നെന്താണ് L സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ ഒരു 2 സ്ക്വയർ 4. അപ്പോൾ K L സ്ക്വയർ ബൈ 4 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഇട്ടാം. പിന്നെ ബാക്കി വരുന്നത് തീറ്റ ബൈ സൈൻ തീറ്റ ബൈ ടു ദി ഹോൾ സ്ക്വയർ, അതാണ് തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. അങ്ങനെ നമ്മുടെ വിന്റെ വാല്യൂ ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്തു. K L സ്ക്വയർ ബൈ 4 ഇൻറ്റു തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. അപ്പോൾ മിനിമം എമൗണ്ട് ഓഫ് കോൺക്രീറ്റ് വേണമെന്നുണ്ടെങ്കിൽ dV ബൈ d തീറ്റ is equal to 0 കിട്ടണം. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂവിൻ്റെ V is equal to K L സ്ക്വയർ ബൈ 4 ഇൻറ്റു തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2ന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ K L സ്ക്വയർ ബൈ 4 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അത് അവിടെ തന്നെ നിൽക്കും. ബാക്കിയുള്ള വേരിയബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദി ഫോം ഓഫ് എ ഫ്രാക്ഷൻ. സോ ദാറ്റ് വി ഹാവ് ടു യൂസ് ദി കോഷ്യൻ റൂൾ. നമ്മൾ +1 ഡിഫറൻസിയേഷനിൽ പഠിച്ച കോഷ്യൻ റൂൾ യൂസ് ചെയ്യണം. തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2ന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ. കോഷ്യൻ റൂൾ എന്ന് പറയുമ്പോഴത്തേക്കും ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, ഇതാണ് കോഷ്യൻ റൂൾ വരുന്നത്. അപ്പം dV ബൈ d തീറ്റ is equal to K L സ്ക്വയർ ബൈ 4, പിന്നെ വരുന്നത് ഡിനോമിനേറ്റർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഈസ് തീറ്റ, അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ, ദാറ്റ് ഈസ് d തീറ്റ ബൈ d തീറ്റ 1 ആണ്. സോ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഇൻറ്റു 1. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു അപ്പോൾ തീറ്റ, ദെൻ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2ന്റെ ഡെറിവേറ്റീവ്. സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് സൈൻ തീറ്റ ബൈ 2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ അത് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫോമിലാണ് കിടക്കുന്നത്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ 2 സൈൻ തീറ്റ ബൈ 2 എന്ന് വരും. ഓക്കെ, 2 സൈൻ തീറ്റ ബൈ 2. പിന്നെ നമ്മുടെ എക്സിന്റെ ഡെറിവേറ്റീവ്, എക്സ് എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ 2. അപ്പോൾ സൈൻ തീറ്റ ബൈ 2ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ 2. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ വേരിയബിൾ തീറ്റയാണ്, അത് തീറ്റ ബൈ 2 എന്നാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ബൈ 2 നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്താന്ന് വരും, സൈൻ സ്ക്വയർ തീറ്റ ബൈ 2ന്റെ ഡെറിവേറ്റീവ് 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 ഇൻറ്റു 1/2 എന്ന് വരും. അപ്പോൾ ആ ഒരു 2 കൂടി നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇതിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത് സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 മാത്രമാണ്. പിന്നെ ഈ ഒരു ന്യൂമറേറ്ററിലെ പ്രൊഡക്റ്റും കൂടെ കിടപ്പുണ്ട്. സോ ദാറ്റ് തീറ്റ സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ, സൈൻ തീറ്റ ബൈ 2 ദി ഹോൾ സ്ക്വയർ ആണ് ഡിനോമിനേറ്റർ, അഗൈൻ അതിന്റെ സ്ക്വയർ എടുക്കണം. സോ ദാറ്റ് സൈൻ തീറ്റ ബൈ 2 ദി ഹോൾ റേസ് ടു 4 അല്ലെങ്കിൽ സൈൻ റേസ് ടു 4 തീറ്റ ബൈ 2. ഇതിനെ നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ K L സ്ക്വയർ ബൈ 4ഉം സൈൻ റേസ് ടു 4 തീറ്റ ബൈ 2ഉം 0യിലേക്ക് പോയി ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 മൈനസ് തീറ്റ സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ മൈനസിന്റെ അപ്പുറത്തുള്ള ടേംസ് എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈക്വൽ ടുവിന്റെ ആർച്ചസിൽ കൊണ്ടുപോയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. സോ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 is equal to തീറ്റ സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സൈൻ വീതം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി ഇവിടെ സൈൻ തീറ്റ ബൈ 2 is equal to തീറ്റ കോസ് തീറ്റ ബൈ 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു കോസ് തീറ്റ ബൈ 2നെയും കൂടി LHSൽ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 ഈക്വൽ ടു തീറ്റ എന്ന് വരും. അതാണ് ടാൻ തീറ്റ ബൈ 2 is equal to തീറ്റ. ഈ ഒരു വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്ന തീറ്റയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് തീറ്റ is equal to 133 ഡിഗ്രി 34 മിനിറ്റ് എന്ന് കിട്ടും. ടാൻ തീറ്റ ബൈ 2 is equal to തീറ്റ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തീറ്റയുടെ വാല്യൂ ആണ് 133 ഡിഗ്രി 34 മിനിറ്റ്. അങ്ങനെയാണ് നമുക്ക് മോസ്റ്റ് എക്കണോമിക്കൽ ആംഗിളിന്റെ വാല്യൂ ഇത് കിട്ടുന്നത്. ദിസ് ഈസ് ദി ഡെറിവേഷൻ ഫോർ ഫൈൻഡിങ് ദി മോസ്റ്റ് എക്കണോമിക്കൽ വാല്യൂ സെൻട്രൽ ആംഗിൾ, മോസ്റ്റ് എക്കണോമിക്കൽ വാല്യൂ ഫോർ ദി സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർച്ച് ഡാം. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പം മോസ്റ്റ് എക്കണോമിക്കൽ ആംഗിൾ 133 ഡിഗ്രി 34 മിനിറ്റ് ആണ്. നമ്മൾ ആക്ച്വൽ പ്രാക്ടീസിൽ എന്താണ് 100 ഡിഗ്രി ടു 140 ഡിഗ്രി വരെയുള്ള ആംഗിൾസ് ആണ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പം എമൗണ്ട് ഓഫ് ദി കോൺക്രീറ്റ് നമുക്കൊരു ലിമിറ്റ് വരെ മിനിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതാണ് തിൻ സിലിണ്ടർ തിയറിയിൽ വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് തിൻ സിലിണ്ടർ തിയറിയുടെ ജസ്റ്റ് സിമ്പിൾ ഡെറിവേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്കും നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള പോർഷൻസ് എബൌട്ട് ആർച്ച് ഡാം ഓവർ ആവുകയാണ്. ജസ്റ്റ് നമുക്ക് അഡീഷണലി വേണമെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് തിൻ സിലിണ്ടർ തിയറി കൂടി പറയാം. അപ്പം തിൻ സിലിണ്ടർ തിയറിയുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഒരു അസംഷൻ പറഞ്ഞിരുന്നു. നമ്മുടെ എന്താണ് ഒരു പെർട്ടിക്കുലർ തിക്നെസ് ഉള്ള ആർച്ച് ഡാം എന്ന് പറയുന്നത് ആ സെയിം എന്താണ് ഔട്ട്സൈഡ് റേഡിയസ് ഉള്ള ഒരു തിൻ സിലിണ്ടറിന് അപ്രോക്സിമേറ്റ്ലി എന്താണ് ഈക്വൽ ആണ് എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ തിൻ സിലിണ്ടർ തിയറി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ശരിക്കും ആർച്ച് സെക്ഷൻസ് എന്ന് പറയുന്നത് തിൻ സിലിണ്ടറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. രണ്ടും തമ്മിൽ വൈഡ് വെറൈറ്റി ഓഫ് ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് അതൊരു ലിമിറ്റേഷൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫിഗറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അവിടെ അപ്പാർട്ട്മെന്റ്സിൽ
സപ്പോർട്ട്സ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതായിട്ട് കാണിച്ചില്ല. അബട്ട്മെന്റ്സ് എല്ലാം തന്നെ ഫ്രീ ആയിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് അബട്ട്മെന്റ്സ് എന്ന് പറയുന്നത് ഫ്രീ അല്ല, അതും ഒരു ലിമിറ്റേഷൻ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു ഡെറിവേഷൻ ചെയ്ത സമയത്താണെങ്കിലും ഷിയറിംഗ് സ്ട്രെസ്സസും അതുപോലെ തന്നെ ബെൻഡിങ് സ്ട്രെസ്സസും ഒന്നും തന്നെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല, വിച്ച് ഈസ് അനദർ ലിമിറ്റേഷൻ. പിന്നെ എന്താണ്, നമ്മുടെ ഔട്ട്സൈഡ് സർഫസ് അല്ലെങ്കിൽ നമ്മുടെ ആർച്ച് ഡാമിൽ ആക്ട് ചെയ്യുന്ന പ്രഷറായിട്ട് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് വാട്ടർ പ്രഷർ മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഗ്രാവിറ്റി ഡാമിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഒരു ഡാം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വാട്ടർ പ്രഷർ മാത്രമല്ല ടെമ്പറേച്ചർ സ്ട്രെസ്സസ് അതുപോലെ തന്നെ ഐസ് പ്രഷർ അങ്ങനെ ഡിഫറൻറ്റ് സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്നതാണ്. അതിനെപ്പറ്റി ഒന്നും തന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല, അതും ഒരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ലിമിറ്റേഷൻസ് ആയിട്ട് പറയാൻ പറ്റുന്നതാണ് തിൻ സിലിണ്ടർ തിയറിയുടെ. സിലബസിൽ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് നെക്സ്റ്റ് വരുന്ന പോർഷൻ, അതായത് നമ്മുടെ എർത്ത് ഡാംസിന്റെ തിയറിയെ പറ്റി നെക്സ്റ്റ് പോർഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.